ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തിയ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ എത്ര തിസർഗോമുഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ ദ്വാരകാ പ്രവേശമാണ്, ദ്വാരകാ ഗമനം മുമ്പത്തെ അധ്യായം, സഞ്ചാരം, അവിടേക്കുള്ള പോക്ക്. ഇപ്പോഴോ ദ്വാരകാ പ്രവേശം ആണ് ഇവിടെ പറയണത്. അപ്പം അവരെല്ലാം ഭഗവാനെ സ്വീകരിച്ചു. നതാസ്മതേ നാഥ സദാംഗ്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം. ഇന്ദ്രൻ, ബ്രഹ്മാവ് മുതലായിട്ടുള്ളവരാലെല്ലാം സേവിക്കപ്പെടുന്ന അങ്ങയുടെ പാദപത്മത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു. കാലം ഏതൊരാളുടെ മീതെ ആധിപത്യം സ്ഥാപിക്കുന്നില്ലയോ, അങ്ങനത്തെ ആളാണ് അങ്ങ്. നമ്മുടെയൊക്കെ മീതെ കാലം തൻ്റെ ആധിപത്യം സ്ഥാപിക്കും. ഇല്ലേ? ചുടി കഴിഞ്ഞാൽ വയസ്സാവും, ചുടി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ആരാ അങ്ങനെ ഇല്ലാത്ത? പക്ഷെ ഭഗവാനെ അങ്ങ് അങ്ങനെയല്ല. ഗുരുവായൂർ എത്ര കാലമായി, എല്ലാ മാറ്റമുണ്ടോ? തിരക്ക് കൂടുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം മാത്രം നമുക്ക് കാണാം, വേറൊരു മാറ്റവും അവിടെ ഇല്ലാണ്ടോ? ഭഗവാന് എന്നും ഒരുപോലെയാണ്. അതാണ് അവിടെ പറഞ്ഞത്, കാലപ്രഭവേ പ്രര പ്രഭു ന. കാലം തൻ്റെ പ്രഭുത്വം കാണിക്കാത്ത ഒന്നാണ് അങ്ങ് ഭഗവാനെ, ആണ് ന എന്ന് പറഞ്ഞത്. ഭവായ നൃത്തം ഭവ വിശ്വഭാവന ത്വമേവ മാധാത സുഹൃത്പതിപ്പിത ത്വം സദ്ഗുരുർണ പരമഞ്ച ദൈവതാം യസ്യാനുവൃത്യാകൃതിനോ ബഭൂവിമ. ഹേ വിശ്വഭാവന എന്ന് വിളിക്കുകയാണ്. ലോകത്തെ രക്ഷിച്ച് പരിപാലിക്കുന്നവനെ അങ്ങുന്ന്. ത്വം ന ഞങ്ങളുടെ. ന എന്ന് പറഞ്ഞിട്ട് വിസർഗിട്ടാൽ ഞങ്ങളുടെ എന്നാണ്. വിസർഗം ഇട്ടിട്ടില്ലെങ്കിൽ ഇല്ല എന്നർത്ഥമാണ്. ന എന്നർത്ഥം പറഞ്ഞാൽ ന എത്ര കാലപ്രഭയുടെ വിസർഗമില്ല. ന എത്ര കാലപ്രഭവേ പരപ്രഭു. പുറത്തുള്ളതിൻ്റെ ഇല്ല എന്നർത്ഥം വരിക. ന എത്ര കാലപ്രഭവേ പരപ്രഭു, കാലം ആധിപത്യം സ്ഥാപിക്കാത്ത ന. അപ്പോൾ അവിടെ വിസർഗമില്ല, ഇവിടെ വിസർഗമുണ്ട്. ന ഒരു വിസർഗത്തിന് അർത്ഥത്തെ മാറ്റാൻ കഴിയും. ഇത്രയും മാറണം നോക്കൂ. ന ഭവായ ന സ്ത്വം. വിസർഗം ഇവിടെ കാണാത്ത എന്താ അറിയോ? സ്ത്വം എന്ന് ചേർന്നപ്പോൾ വിസർഗം പോയതാ. ചേരുമ്പോൾ അങ്ങനെ വരിക. നഹ പ്ലസ് ത്വം, വെറും ത്വമാണ് സ്ത്വമായി മാറുന്നത്. നഹ പ്ലസ് ത്വമാണ് നസ്ത്വം. ചേരുമ്പോൾ സകാരം വരും, അല്ലെങ്കിൽ സ ഉണ്ടാവില്ല. ഇവിടെ ന ഭവായ ന ത്വം ഭവ വിശ്വഭാവന. അർത്ഥം വരുമ്പോൾ ന എന്ന് വിസർഗം ഇട്ടിട്ടാണ് പറയുക. ഞങ്ങളുടെ ഭവായ ക്ഷേമത്തിനായി കൊണ്ട് ഭവിച്ചാലും. ന ത്വം ഭവ ഭവായ ക്ഷേമത്തിനായിക്കൊണ്ട്. ഇവിടെ ഞാൻ അർത്ഥമെടുത്താൽ നേരെ തിരിച്ചാവും അല്ലേ? ഞങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ഭവിക്കരുതേ. ഇവിടെ നസ്ത്വം എന്ന് ഉറപ്പിച്ച് പറയണം. ഭവായ നസ്ത്വം കൂട്ടി തന്നെ പറയാൻ പാടും. നാന്ന് വേറേക്ക് വിസർഗം ഇല്ലാണ്ടേ തിരിച്ചാർത്ഥം വരിക. ഭവായ നസ്ത്വം ഞങ്ങളുടെ മംഗളത്തിനായി കൊണ്ടല്ലയോ ഭഗവാനെ അങ്ങ് ഭവിച്ചാലും. ത്വമേവ മാതാത സുഹൃത് പതിപ്പിത. നമുക്കറിയാലോ, ത്വമേവ മാതാച പിതാച ബന്ധു. പിതാച ത്വമേവ മാതാച പിതാച ബന്ധു. അങ്ങനെ അച്ഛനും അങ്ങനെ അമ്മയും അങ്ങനെ രക്ഷിതാവും. ത്വമേവ മാതാ അഥ സുഹൃത്ത്. സുഹൃത്ത് അങ്ങാണ്. പതി പിത, സ്ത്രീകളാവുമ്പോൾ ഭർത്താവ് അങ്ങ് തന്നെയാണ്. അച്ഛനും അങ്ങ് തന്നെയാണ്. എല്ലാം അവിടുന്നല്ലേ. ത്വം സദ്ഗുരു, ഏറ്റവും നല്ല ഗുരു നാരായണ അഖില ഗുരു. കേജേന്ദ്രൻ വിളിച്ചു, എല്ലാവരുടെയും ഗുരുവാണ്. ത്വം സദ്ഗുരു ന പരമം ച ദൈവതം. നീ ദൈവാരായ വെച്ചാൽ അതും അങ്ങനെ. യസ്യാനുവൃത്യാ കൃതനോ ബഭൂവിമ. ബഭൂവിമ ഭവിച്ചു, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് ഭവിച്ചു. എല്ലാം ദൈവതം രക്ഷിതാവും ത്വമേവ അങ്ങ് തന്നെയാണ്. കൃതിന അങ്ങനെ, അതുകൊണ്ട് ഞങ്ങൾ കൃതാർത്ഥരായിട്ട് ഭവിച്ചു. ഇതൊക്കെ അങ്ങ് തന്നെയാണ്. ഭവായന ത്വം ഞങ്ങൾക്ക് ഭവ വിശ്വഭാവന ത്വമേവ മാതാത സുഹൃത് പതിപ്പിത ത്വം സദ്ഗുരുർണ പരമം ച ദൈവതം യസ്യാനുവൃത്യ കൃതിനോ ബഭൂവിമ. അതുകൊണ്ട് അങ്ങയുടെ ആ അനുവർത്തനം, അങ്ങയുടെ ചെയ്തികൾ, പ്രവൃത്തികൾ, അതുകൊണ്ട് ഞങ്ങളെല്ലാം സംതൃപ്തരാണ്. ആരാ നല്ല ഗുരു ചോദിച്ചാൽ അങ്ങയോളം നല്ല ഗുരു വേറെ ഉണ്ടോ?
അങ്ങയോളം നല്ല അച്ഛൻ, അങ്ങയോളം നല്ല രക്ഷിതാവ് വേറെ ആരുമില്ല. ഞങ്ങളെല്ലാം പരിപൂർണ സംതൃപ്തരാണ്. വേറെ ഒരു ഗുരുവോ അച്ഛനോ അമ്മയിൽ നിന്നോ ഈ ഒരു സംതൃപ്തി ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പം അത്രയും നല്ല പ്രവൃത്തികളാണ് ആ സ്ഥാനം നിറവേറ്റാനല്ലയോ സർവീശ്വര അങ്ങ് അനുവർത്തിച്ച് വന്നത്. അഹോസനാഥാഭവതാസ്മയം ത്രയവിഷ്ടപാനാം അപിദൂരദർശനം പ്രേമസ്മിതസ്നിഗ്ധ നിരീക്ഷണാനനം പശ്യേമരൂപം തവ സർവസൗഭകം. ശരിക്കും ഈ പ്രവൃത്തി ഭാരകയിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുക വേണ്ടു. പക്ഷെ അതല്ല ഈ ഭാഗവത കഥകളുടെയൊക്കെ ഉദ്ദേശം. അതൊക്കെ എങ്ങനെയാണ് അവതരിപ്പിക്കണമെന്നാണ്. അധികവും കഥകൾ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിനാണല്ലോ പ്രാധാന്യം. ശേഷം ഇവിടുന്ന് പുറപ്പെട്ടു അവിടെ എത്തി എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു ഇല്ലേ, അവിടേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാലും കഴിഞ്ഞു, വേണമെങ്കിൽ സ്വീകരിച്ചു നന്നായിട്ട് അങ്ങനെയും പറയാം. പക്ഷെ അതല്ലല്ലോ. അപ്പോൾ ആ പറയലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എന്താ കൊണ്ടുവരുന്നത്? ഭഗവൻ മാഹാത്മ്യം അനുവാചകരിൽ എത്തിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് ഇവിടുന്ന് പുറപ്പെട്ടു അവിടെ എത്തി സ്വീകരിച്ചു എന്നുള്ളത് പറയലല്ല ഉദ്ദേശം. അതിന് കഥ കൊടുന്നു, അത്രയേ ഉള്ളൂ. ആ കഥയിൽ കൂടെ എന്തു വേണം? ഭഗവൻ മാഹാത്മ്യം നമ്മളിലേക്ക് എത്തിക്കണം, അനുവാചകരിലും വായിക്കുന്നവരിലും എത്തിക്കണം. അതിനാണ് ഈ മാതിരിയുള്ള വർണ്ണനകൾ. ചിലർക്ക് തോന്നും എന്താ അപ്പോൾ ഇതൊക്കെ എത്ര പറയാനുള്ളത്, ഇവിടുന്ന് പുറപ്പെട്ടു അവിടെ എത്തിന്നു, അപ്പോൾ ഒക്കെ കഥ വേഗം കഴിയുമല്ലോ. സീത വരിക്കപ്പെട്ടു അല്ലേ, രാവണനെ കൊന്നു, സീതയെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞാലും രാമായണമാവും. പക്ഷെ അപ്പോൾ അതിലത്തെ സ്തുതികളോ ഉപദേശങ്ങളോ കാര്യങ്ങളോ നമുക്കാവുമോ? എവിടെയെത്തില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറയണത് പ്രേമസ്മിത സ്നിഗ്ധ നിരീക്ഷണാനനം സനാഥാപവതാത്മയം. ഞങ്ങളെല്ലാം ഇപ്പോൾ സനാഥരായി, അങ്ങില്ലാത്തപ്പോഴോ അനാഥരായി. അപ്പം അങ്ങ് വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം നാഥനുണ്ടായി ഭഗവാന്. സനാഥ, അപ്പം ഞങ്ങൾ അനാഥരല്ല സനാഥരാണ്. ഈ അങ്ങയുടെ ദർശനം എന്ന് പറഞ്ഞാലോ ത്രൈവിഷ്ടപാനാം അപിദൂര ദർശനം. ത്രൈവിഷ്ടപന്മാർ ദേവന്മാർ, ദേവന്മാർക്കും കൂടി കൃഷ്ണനെ കാണാൻ പറ്റില്ല അത്രേ. സ്വർഗത്തിലെത്തിയ 1000 യാഗം ചെയ്തു ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അവർക്ക് പോലും കാണാൻ പറ്റാത്ത ദൂരമായ ദർശനത്തോടു കൂടിയ ദൂരദർശനം, ഏകം കാണില്ല. ആ ഭഗവാനാണ് ഇപ്പോൾ നമ്മുടെ കണ്ണിന് വിഷയമായിരിക്കുന്നത്. ത്രൈവിഷ്ടപാനാം അപിദൂരദർശനം പ്രേമസ്മിത സ്നിഗ്ധ നിരീക്ഷണാനനം. മനോഹരമായിട്ടുള്ള മന്ദഹാസങ്ങളോടുകൂടി നോട്ടങ്ങളോടും കൂടിയ മുഖത്തോടു കൂടിയതും എല്ലാ ശരീരാവയവങ്ങളിലും സൗന്ദര്യം നിറഞ്ഞതും സൗന്ദര്യോത്തരതോപി സുന്ദരതരം. കൈ അണച്ചാൽ ഇതിനേക്കാളും നല്ലൊരു കൈ 3 ലോകത്തിൽ കാണാൻ പറ്റില്ല. കാലാണെങ്കിലോ ഇങ്ങനത്തെ ഒരു കാല് കാണാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു മുഖം, ഇങ്ങനത്തെ ഒരു മന്ദഹാസം. ഭഗവാന്റെ ആ സർവാംഗ സൗന്ദര്യം ഈ ലോകത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. കാരണം മഹാബലിയുടെ അവിടേക്ക് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എല്ലാവരും അത്ഭുതപരതന്ത്രരായിട്ട് നോക്കി എഴുന്നേറ്റു എന്നാണ് പറയണം. ഒരു ചെറിയ കുട്ടിയെ കണ്ടാൽ വലിയ ആൾക്കാർ എണീക്കണോ? അന്ന് ഭഗവാൻ വാമനനാണ്, ചെറിയൊരു കുട്ടിയാണ്, ഒരു ബ്രഹ്മചാരി കുട്ടി, 5 വയസ്സ് 6 വയസ്സൊക്കെ എത്രയും ഉണ്ടാവട്ടു. അവിടെ ആചാര്യന്മാരും പ്രായമുള്ളവരൊക്കെ എണീക്കണത് എന്താ കാരണം? ഭഗവാനെ കണ്ടാൽ അവിടെ ഇരിക്കാൻ പിന്നെ പറ്റില്ല. ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ് അല്ലേ, അവരുടെ ആ വ്യക്തിത്വം കൊണ്ട് അവരെ എതിർക്കാനോ അവരുടെ മുമ്പിലാണ്ട് വട്ടാൽ പിന്നെ ആ മഹത്വം അംഗീകരിക്കാതിരിക്കാനോ മറ്റുള്ളവർക്ക് പറ്റില്ല. അത് യഥാർത്ഥ മഹത്വമാണത്, ഉണ്ടാക്കിയ മഹത്വമല്ല. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റു എന്നാണ്. അപ്പം അത്രയും സൗന്ദര്യമുള്ള അവയവങ്ങളോട് കൂടിയതും ആയ തേ രൂപം തവ രൂപം, അങ്ങയുടെ രൂപത്തെ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം ചെയ്തല്ലോ എന്ന് തോന്നുകയാണ്. കൃഷ്ണനെ കാണാൻ ഞങ്ങളിവിടെ ജീവിച്ചിരുന്നല്ലോ, കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ലോ എന്നിങ്ങനെ തോന്നുക. പശ്യേമരൂപം തവ സർവ സൗഭകം. സൗഭകം ഭാഗ്യം ഉള്ളവർക്ക് കിട്ടുന്നതിനാണ് ഈ സൗഭകം. എല്ലാവർക്കും ഭാഗ്യത്തോടു കൂടിയിട്ട് സർവാംഗ സൗന്ദര്യങ്ങളിലും സുന്ദരമായിട്ടുള്ളതാണ് സൗഭാഗ്യം. ഇത്രയും സുന്ദരമായ ആ സ്വരൂപത്തെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ആണ് ഭഗവാനെ അവർ വാഴ്ത്തിയത്. ന്യോ എർയംബുജാക്ഷാപസാരഭോ ഭവാൻ കുരുൻവതുൻ വാസസുഹൃദ്ദിദിക്ഷയാ തത്രപ്തകോടി പ്രതിമക്ഷണോ ഭവേത് രവിം. അവിടെ ദ്രവി ഇല്ല കേട്ടോ, ഭവേത് പ്ലസ്
അവിടെ ഡാഷ് ഇട്ടിട്ട് രവിം, സൂര്യൻ കൂട്ടിച്ചേരുമ്പോൾ ഭവേത് രവിം വിനാക്ഷണോരിവ നസ്തവാച്യുത ഭോ അംബുജാക്ഷ, അല്ലയോ താമരക്കണ്ണ സുന്ദര എന്ന് വിളിക്കുകയാണ്. അംബുജാക്ഷ ഭവാൻ സുഹൃദ്ദിദിക്ഷയ, അങ്ങയുടെ സുഹൃത്തുക്കളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് കുരൂൻ, കുരുദേശങ്ങളെയോ മധൂൻ, മധുര പട്ടണങ്ങളിലേക്കോ യർഹി അപസസാര, എപ്പോൾ പോയോ അപ്പോൾ, അല്ലയോ അച്യുത ഭഗവാനെ, അങ്ങയുടെ ഈ ഞങ്ങൾക്ക്, അങ്ങയുടെ സ്വന്തമായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ സ്വന്തമാണ് അങ്ങ്, അങ്ങയുടെ സ്വന്തമാണ് ഞങ്ങൾക്ക് വല്ലാത്ത ദുഃഖമാണ് ഇത്ര കാലം അനുഭവപ്പെട്ടത്. അങ്ങില്ലല്ലോ, അങ്ങ് പോയ സമയത്ത് ഹേ അച്യുത തവ ന ക്ഷണ അബ്ദകോടി പ്രതിമ, ഒരു ചെറിയ നിമിഷം പോലും കോടി വർഷങ്ങളെപ്പോലെ ഞങ്ങൾക്ക് തോന്നി. കൃഷ്ണനില്ലാത്ത നിമിഷങ്ങൾ. ഇത് അത്ഭുതമില്ല. കാരണം ഒരു വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ കുറച്ച് പോയാലോ, പോയിട്ടേ ഉള്ളൂ, പിന്നെ കുറച്ച് കഴിഞ്ഞ് വരും, വിട്ടുപോയാൽ 2-3 ദിവസം പോയാൽ തന്നെ ആ വീട് എത്ര ശൂന്യമാവും ആലോചിച്ചു. അവിടെ എല്ലാ ശബ്ദങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാൾ കുറേ ദിവസം വിട്ടുപോയാൽ വരുന്നവരെ അയ്യേ വല്ലാത്ത വിരസം, വല്ലാത്തൊരു മശാന മൂകത, സുഖമായിട്ടുള്ള മൂകതയില്ല ഉണ്ടാവുക അല്ലേ. ഉണ്ടാവേണ്ട ശബ്ദങ്ങൾ വീട്ടിലുണ്ടാവണം, അതാണ് വീടിൻ്റെ ഐശ്വര്യം. അപ്പോൾ ഭഗവാൻ പോയാൽ എത്ര വിഷമം അവിടെ ഉണ്ടാവണം. അത് നമുക്ക് ചിന്തിക്കാൻ ഒരു പ്രയാസമില്ല അല്ലേ. ഇപ്പോൾ ഗുരുവായൂരാണ്, ആ വിഗ്രഹം അവിടെ ഇല്ലെങ്കിലത്തെ സ്ഥിതി ഈശ്വര അങ്ങനെ ഇല്ലാണ്ടിരിക്കട്ടെ. പിന്നെ അവിടെ വല്ലതും ഉണ്ടോ? ഈ കാണുന്ന തിരക്കും ബഹളങ്ങളൊക്കെ ഉണ്ടോ അവിടെ? ആ കൃഷ്ണനെ ഒരു നോക്ക് കാണാനല്ലേ ഈ ജനകോടികൾ മുഴുവൻ അവിടെ വരണത്. അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ പിന്നത്തെ അവസ്ഥ എന്താ? രവിം വിന, സൂര്യനെ കൂടാത്ത കണ്ണുകളെ പോലെ. സൂര്യൻ ഇല്ലെങ്കിൽ കണ്ണുകൾക്ക് കാഴ്ച ശക്തി ഉണ്ടായിട്ട് കാര്യമില്ല. കാണുമോ വല്ലതും? വിളക്ക് വേണം, വെളിച്ചമില്ലാണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. വസ്തു ഉണ്ട്, കണ്ണിന് കേടുമില്ല എന്നതുകൊണ്ട് കാണാൻ പറ്റുമോ? നാം രാത്രി എളുപ്പമായിരുന്നല്ലോ, പറ്റില്ല. ഇത്ര നല്ല കണ്ണാണെങ്കിലും സൂര്യനില്ലെങ്കിൽ, വെളിച്ചമില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. വസ്തു അവിടെയുണ്ട്, നമ്മളവിടെയുണ്ട്, കണ്ണവിടെയുണ്ട്, കാണാൻ പറ്റില്ല. അതുപോലെ സൂര്യനില്ലാത്ത, പ്രകാശമില്ലാത്ത ദ്വാരക കൃഷ്ണ ഞങ്ങൾ കുറച്ചായിട്ട് ഇങ്ങനെ അനുഭവിക്കുകയാണ്. അങ്ങ് ഇവിടുന്ന് പോയപ്പോഴേ ഇതാ പല തിരിച്ച് കിട്ടിയല്ലോ. എരിഹി അംബുജാക്ഷാപസസാര ഭൂഭവാൻ, സസാര പോയപ്പോൾ കുരുൻ മധുൻ, ഏത് രാജ്യങ്ങളിലേക്കാണ് പോയത്? കുരുൻ മധുൻ വാദ സുഹൃത് ദിദിക്ഷയ, സുഹൃത്തുക്കളെ കാണാൻ കുരുരാജ്യം, മധുരാജ്യം ഇവിടേക്ക് പോയപ്പോൾ അബ്ദകോടി പ്രതിമ, കോടി ആ കാലം വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് തോന്നി. അബ്ദം എന്ന് പറഞ്ഞാൽ വർഷം, കോടി, അബ്ദകോടി, കോടി വർഷം ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ തോന്നി. ഓരോ നിമിഷവും ഒരു കോടി വർഷത്തിൻ്റെ ദൈർഘ്യം. മനസ്സാണല്ലോ പ്രമാണം. രവിം വിന അക്ഷ്ണോ രിവ നസ്തവാച്യുത, സൂര്യനില്ലാത്ത കണ്ണുകൾ പോലെ. എന്താ അന്ധകാരം തന്നെ, സൂര്യനിലേക്ക് മൊത്തം അന്ധകാരമല്ലേ. ഒരു അത്ഭുതമില്ല. അപ്പം നമുക്ക് വളരെയേറെ ധൃതിയുണ്ട് എന്ന് വിചാരിക്കുക. ഒരു ബസ് കയറി ഇപ്പം എന്താ അത് നീങ്ങാത്ത, എൻ്റെ ഈശ്വര 8 മണിക്ക് എത്തണം, മണി 7:50 10 മിനിറ്റ് കൊണ്ട് ഇപ്പം ഇനി പാലക്കാട് എത്തുമോ? ആ സ്ഥലം കടന്നിട്ടേ ഉള്ളൂ, ഒരു സ്പീഡും ഇല്ല. എന്താ ഇയാൾ ഇങ്ങനെ നിരക്കണ, അങ്ങനെ തോന്നും ഇല്ലേ. നേരെ മറിച്ച് ധാരാളം സമയമുണ്ട്. 9 മണിക്കേ അവിടെ വരുള്ളൂ ഞാൻ ഉദ്ദേശിച്ച ആൾ. ബസ് അവിടെ എത്താറായി. അയ്യോ 1 മണിക്കൂറുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, 9 മണിയാവാൻ. അപ്പോൾ നമ്മുടെ മനസ്സ് സമയം നീങ്ങാത്ത അവസ്ഥയാണ്. 8 മണിക്ക് അവിടെ ഇറങ്ങിയിട്ട് 1 മണിക്കൂർ നിൽക്കണ്ടേ. അപ്പം നമുക്ക് വേഗം പോണ പോലെ തോന്നും. എന്തിനാ അങ്ങനെ വേഗം സമയം പോകുന്നേ ഇല്ല എന്നുള്ള നിലയ്ക്കാണ് തോന്നുന്നത്. ആദ്യത്തെയോ വളരെ വേഗം, ഷോ എത്താറായി, സമയമായി എന്ന് തോന്നും ഇല്ലേ. അവ രണ്ടും മനസ്സാണ്. 10 മിനിറ്റ് 1 മണിക്കൂർ എപ്പോഴും അതേ സമയം തന്നെയല്ലേ, അതിന് വ്യത്യാസമുണ്ടോ? പക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നും നേരം വൈകിയ എന്താ അത് നേരം ഇങ്ങനെ പോണതെന്ന് തോന്നും. തിരിച്ചായാലോ നേരേ പോണില്ല. 5 മണിക്കൂർ ലേറ്റാണ് വണ്ടി എന്ന് വെച്ചാലോ നേരം പോയില്ലല്ലോ. അതുപോലെ ഇവിടെ
കോടി കൊല്ലം ആയിട്ട് ഓരോ നിമിഷവും ഞങ്ങൾക്ക് തോന്നി. ഇതി ചോദീരിതാ വാച പ്രജാനാം ഭക്തവത്സല ശൃണ്ണാനോനുഗൃഹം ദൃഷ്ട്യ വിതന്നൻ പ്രാവിശത്പുരിം. പ്രജാനാം ഇതി ഉദീരിത, പ്രജകളുടെ ഇപ്രകാരത്തിലുള്ള വാക്കുകൾ കേട്ടിട്ട്, ശൃണ്വാന കേൾക്കുന്നവനായിട്ട്, ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്, ശൃണ്വാന എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനായിട്ട്. ഇവിടെ കർത്താവിൻ്റെ ഒരു ഭാവം വരുന്നു. ശൃണ്വാന കേൾക്കുന്നവനായിട്ട് ഭഗവാൻ. അപ്പുറത്തേക്ക് എന്തോ പറയാനുണ്ട് എന്നാണ്. ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് എന്നേ ഉള്ളൂ. ശൃണ്വാന എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനായിട്ട്. ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ദ്വാരകയെ പ്രവേശിച്ചു. പുരീം പ്രാവിശത്, പുരി ദ്വാരക പട്ടണം, അതാണ് പുരി. ദ്വാരകയെ പ്രവേശിച്ചു. ഇതി ചോദീരിത വാച, പ്രകാരം വാക്കുകൾ കേട്ട്, പ്രജാനാം ഭക്തവത്സല, പ്രജകളുടെ വാക്കുകൾ കേട്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതൊക്കെ കേൾക്കുന്നവനായിട്ട് ശൃണ്വാനോനുഗൃഹം ദൃഷ്ടിയ പിതന്നൻ പ്രാവിശത് പുരിം. മധുബോധദശാർഹാർഗ കുരുത ദശ മധുബോധദശാർഹാർഹ കുരു രാന്ധക വിഷ്ണുഭി ആത്മതുല്യ ബലേർഗുത്താനാഗേർ ഭോഗവതീം ഇവ. ആത്മതുല്യ ബലേ, തന്നോട് തുല്യമായ ബലമുള്ള സൈന്യങ്ങളാൽ. കൃഷ്ണന്മാരുടെ സൈന്യം, കൃഷ്ണൻ്റെ സൈന്യം എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരെയൊന്നും ആക്കില്ല, അതിന് തക്കതായിട്ടുള്ളവരില്ലേ ആക്കുള്ളൂ. അതാണ് തനിക്ക് തുല്യമായ പറ്റിയ സൈന്യബലമുള്ള സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടിട്ട്. അതിൻ്റെ ഉപമയും പറഞ്ഞു. നാഗേർ ഭോഗവതീം ഇവ, സർപ്പങ്ങളാൽ പാതാള നഗരി എന്ന പോലെ. അതല വിതല തുതല മഹാതല രസാതല തലാതല, പാതാളങ്ങളിലത്തെ ഒന്നാണ് ഈ പാതാളം. അതിൽ സർപ്പങ്ങളാണത്രേ നിവാസികൾ. അവിടെ ദൈവം സർപ്പങ്ങളാണ്. ഓരോ ലോകത്തിൽ ചില അസുരന്മാർ, ചില മോട്ടുള്ള സ്വർഗത്തിലെ മുകളിലൊക്കെ വെച്ച ദേവന്മാർ, ഭൂമിയിൽ മനുഷ്യന്മാർ, പാതാളത്തിൽ നാഗങ്ങൾ. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തരാണ് വസിക്കുന്നത് എന്നാണ് സങ്കല്പം. ഇവിടെ ഭോഗവതി എന്ന് പറഞ്ഞിട്ടുള്ള പാതാള ലോകം, ഒരു അധോലോകമാണ് ഈ ഭോഗവതി. നാഗങ്ങളാൽ ചുറ്റപ്പെട്ട പോലെ. അവിടെ കാക്കുകയാണ് ഈ നാഗങ്ങൾ, അവിടെ കാവല. ആർക്കും ഒന്നും അവിടെ നിന്ന് എടുക്കാനോ അങ്ങോട്ട് പ്രവേശിക്കാനോ പറ്റില്ല. അതുപോലെ എന്ന് പറയാണ്. നാഗങ്ങളാൽ ചുറ്റപ്പെട്ടു, നാഗങ്ങളാൽ ചുറ്റപ്പെട്ട പാതാളം പോലെ, നാഗങ്ങളാൽ കാക്കുന്ന പാതാളം പോലെ സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ട ഭഗവാൻ അങ്ങോട്ട് പ്രവേശിച്ചു. സർവർത്ത് സർവൈഭവ പുണ്യ വൃക്ഷലത ആശ്രമേ ഉദ്യാനോപവനാരാമേർവൃത പത്മാകരശ്രിയം ഒക്കെ ദ്വാരകട വർണ്ണനങ്ങളാണ്. മധുഭോജ ദശാർഹാർക്ക കുഗുരാന്തക വിഷ്ണുബി എന്നുണ്ട് ചില ഗ്രന്ഥത്തിൽ കേട്ടോ. കുരുരന്തക വിഷ്ണുബി എന്നാണ് ഇവിടെ കാണുന്നത്. കുഗുരാന്തക എന്ന് പറയാം. ആത്മതുല്യർ ബലേർ ഗുപ്താം, തന്നെ പോലെ ശക്തന്മാരായ തനിക്ക് യോജിച്ച സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടും സർവർത്ത് സർവൈഭവ പുണ്യവൃക്ഷലതാശ്രമി ഉദ്യാനോപവന ആരാമേവൃത പത്മാകരസ്യം, നല്ല തോട്ടങ്ങളുള്ള സ്ഥലം, ധാരാളം സർവ്വകാലാവസ്ഥയിലും പൂക്കുത്ര അവിടുത്തെ. ആരെങ്കിലും പിന്നെ പറയാനുണ്ടോ? അങ്ങനത്തെ പുഷ്പങ്ങളോട് കൂടിയ, ചെടികളോട് കൂടിയ, വൃക്ഷം ലത ആശ്രമങ്ങളോട് കൂടിയ ഉദ്യാനം, ഉപവനം. ഇതൊക്കെ ദ്വാരകയുടെ വർണ്ണനയാണ്. ഗോപുരദ്വാരമാർഗേഷു കൃതകൗതുകതോരണാം ചിത്രത്വജ പതാകാഗ്രേൻ അന്തപ്പതികതാതപാം. ഋതുക്കളിലും സർവ്വ ഋതുക്കളിലും പുഷ്പിക്കുന്നതായിട്ടുള്ളതും ഉദ്യാനം, ഉപവനം മുതലായിട്ടത് കൂടിയതും, ഗോപുരങ്ങൾ, ഗൃഹദ്വാരങ്ങളിൽ ഇവിടെയൊക്കെ ധാരാളം അലങ്കരിക്കപ്പെട്ട തോരണം കൊടി മുതലായിട്ടുള്ളതോട് കൂടിയതും, പിന്നെ ധ്വജം, കൊടിമരം, കൊടി മുതലായിട്ടുള്ളത് കൊണ്ടും, സമ്മാർജിത മഹാമാർഗരത്യാപണകചത്വരം, നന്നായി അടിച്ച് തളിച്ച് വൃത്തിയായിട്ടിരിക്കുന്ന സ്ഥലത്തോടു കൂടിയതും. അതിനാണ് സമ്മാർജിത മഹാമാർഗരത്യാപണക ചത്വരം. വീഥികൾ, ചത്വരം റോഡ്, വെട്ടുപ്പാക്കി വയ്ക്കപ്പെട്ട വീഥികളോട് കൂടിയതും,
സിക്താംഗന്ധലേരുത്താമ്പല പുഷ്പാക്ഷതാങ്കുരേഹി, നല്ല ഗന്ധമുള്ള വെള്ളങ്ങൾ, ജലം, തീർത്ഥജലങ്ങൾ നിറഞ്ഞതും ആണ് ഗന്ധജലേഹി. അങ്ങനെ നിറച്ചു വെച്ച പൂർണ്ണ കുംഭങ്ങളോട് കൂടിയതും. സിക്താംഗന്ധജലേരുത്താമ്പല പുഷ്പ അക്ഷതാങ്കുരി ദ്വാരി ദ്വാരി ഗൃഹാണാഞ്ച ദിധ്യക്ഷത ബലേഷുവി. അക്ഷതം മുതലായിട്ടുള്ള പൂവ് മുതലായ ദിവ്യപദാർത്ഥങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും പൂർണ്ണകുംഭൈർ, അത്തരത്തിലുള്ള പൂർണ്ണകുംഭങ്ങളെ കൊണ്ട് ധൂപദീപങ്ങളെ കൊണ്ടും അലങ്കരിക്കപ്പെട്ട ഈ കുറേ ശ്ലോകങ്ങളൊക്കെ ദ്വാരകയുടെ വർണ്ണനകളാണ്. അങ്ങനത്തെ ദ്വാരകയിലേക്ക് പോയി എന്ന് പറയണം. ഇതൊക്കെ അവിടുത്തെ വിശേഷണങ്ങളാണ്. നിശമ്യപ്രഷ്ടമായാന്തം വാസുദേവോ വസുദേവോ മഹാമന, വാസുദേവനല്ല വസുദേവോ മഹാമന അക്രൂര ചോഗ്രസേനച്ച രാമച്ച അദ്ഭുത വിക്രമ. ഇവരൊക്കെ അവിടുന്ന് വന്നു. ഇവിടെ നോക്കണം, വസുദേവരാണ്. കൃഷ്ണൻ വന്നത് കണ്ടിട്ട് കൃഷ്ണനല്ലല്ലോ വരിക, കൃഷ്ണൻ്റെ അച്ഛൻ. വസുദേവോ മഹാമന, അവിടെ വാസുദേവൻ എന്ന് വായിക്കരുത്, വായിക്കും, അതുകൊണ്ട് പറഞ്ഞു വസുദേവൻ അവിടുന്ന് വന്നു. രാമനും ഉണ്ട്. പ്രദ്യുന്നച്ചാരുദേഷ്ണച്ച സാംബോജാംബവതീ സുധാ, ഒക്കെ മക്കളാണ്. പ്രദ്യുന്നൻ ചാരുദേഷ്ണൻ സാമ്പൻ. സാമ്പൻ ആരാണോ ചോദിച്ചാൽ ജാംബവതീ സുതനായ സാമ്പൻ എന്നാ വിശേഷണം. ജാംബവതിയുടെ പുത്രനാണ് സാമ്പൻ. സുബ്രഹ്മണ്യനാണെന്നും പറയുന്നത് സാംബപുത്രൻ എന്നൊക്കെ പറയും. സാംബോ ജാംബവതീ സുധ പ്രകർഷവേഗോച്ഛിതശയനാസനഭോജന. പിന്നെ പറയണ വാരണേന്ദ്രം പുരസ്കൃത്യ, ഒക്കെ ആനകളെ കൊണ്ട് സ്വീകരിക്കാൻ വന്നു. ആനകളുണ്ട്. ബ്രാഹ്മണൈ സസുമംഗളൈ, ബ്രാഹ്മണരുണ്ട്. ശംഖനാദം വാദ്യഘോഷം മുതലായിട്ടതുകൊണ്ടൊക്കെ ഭഗവാനെ ശുശ്രൂഷിക്കാൻ വന്നു. പ്രത്യഗ്ജഗ്മോരതേരകൃഷ്ട പണയാഗത സാധ്വസാം. ബ്രാഹ്മണരെ മുതലായിട്ടുള്ളവരും ആനകളെ കൊണ്ടും വസുദേവര് ബാക്കിയുള്ളവർ രാമൻ മുതലായിട്ടുള്ളവരെല്ലാം ഭഗവാനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നു. മഹാമനസ്കനായിട്ടുള്ള വസുദേവൻ, അക്രൂരൻ, ഉഗ്രസേനൻ, ബലരാമൻ മുതലായവരെല്ലാം അതിപ്രേമമുള്ള കൃഷ്ണൻ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഭഗവാനെ സ്വീകരിക്കാനായിട്ട് വന്നു. വാരമുഖ്യാച്ച ശതശോയാനേ തദ്ദർശനോസ്തുകാലത കുണ്ടല നിർബാധ കപോലവദന ശ്രീയ. വിളങ്ങുന്ന മിന്നിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ, ആഭരണങ്ങൾ, അതൊക്കെ തിളങ്ങുന്ന മനോഹരമായ കവിളുകളോട് കൂടിയിട്ട് സ്ത്രീകളും വന്നു. വാരമുഖ്യാച്ച, ആഭരണങ്ങളൊക്കെ ധരിച്ചത് കവിളുകളിൽ മിന്നിത്തിളങ്ങി ശോഭിച്ചു കൊണ്ടിരുന്ന സ്ത്രീകളും ഭഗവാനെ സ്വീകരിക്കാൻ വന്നു. നടനർത്തക ഗന്ധർവ സൂതമാഗതവന്ദിന, നർത്തകിമാർ, ഗന്ധർവന്മാർ, പുകഴ്ത്തുന്നവർ, സൂതമാഗതവന്ദിന, സ്തുതിപാഠകന്മാർ, ഇവരെല്ലാം ഭഗവാന്റെ കരിതങ്ങളെ വാഴ്ത്തിക്കൊണ്ടുവന്നു. കൃഷ്ണൻ ജയിക്കട്ടെ, അങ്ങനെ ചെയ്ത കൃഷ്ണൻ ജയിക്കട്ടെ, ഇങ്ങനെ ചെയ്ത കൃഷ്ണൻ ജയിക്കട്ടെ. ഗായന്തി ചോത്തമ ശ്ലോക ചരിതാന്യ അത്ഭുതാനിച്ച, അത്ഭുതങ്ങളായിട്ടുള്ള കൃഷ്ണൻ്റെ ചരിതങ്ങളെ വാഴ്ത്തിക്കൊണ്ട് അവർ വന്നു സ്വീകരിക്കാൻ. ഭഗവാൻ തത്ര ബന്ധൂനാം പൗരാണാം അനുവർത്തിനാം യഥാവിധി സമാഗമ്യ സർവേഷാം മാനമാതതേ. അപ്പോൾ അവിടെ കാത്തിരിക്കുന്ന ബന്ധുക്കളുടെ സമീപത്തിൽ പോയിട്ട് എന്നാണ് സമാഗമ്യ. അവിടെ അനുവർത്തിനം ബന്ധൂനാം സമാഗമ്യ, ആ ബന്ധുക്കളുടെ അടുത്തേക്ക് എത്തിയിട്ട് യഥാവിധി മാനമാതതേ, ഓർക്കത്തിൽ അവർ ഏതൊക്കെ പ്രകാരത്തിലാണോ വെച്ചാൽ അതേപോലെയൊക്കെ ഭഗവാനെ സ്വീകരിക്കുകയും അവരെയൊക്കെ ഭഗവാൻ അങ്ങോട്ട് പ്രത്യഭിവാദനം ചെയ്യുകയും ചെയ്തു. ഇങ്ങോട്ട് അഭിവാദനം ചെയ്താൽ അങ്ങോട്ട് അഭിവാദനം ചെയ്യണം. അതാണ് അടുത്ത ശ്ലോകം. പ്രക്വാകിവാദന ആശ്ലേഷ കരസ്പർശ സ്മിതേക്ഷണൈഹി. ചില ആൾക്കാരോട് ഞാൻ കൃഷ്ണനാണ് കേട്ടോ എന്ന് പറയുക, പേര് വിളിക്കുക, അങ്ങനെയുണ്ട്. പ്രക്വാ അല്ലേ, അവ കാത്തു നിൽക്കുന്നവരുടെ പേര് വിളിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയാണ്, ആ മോന. ചില ആൾക്കാരോട് അങ്ങനെ മുരളി എന്ന്, ചിലരുടെ പ്രക്വ പേര് മാത്രം വിളിച്ചു മോന എന്ന് മാത്രം വിളിച്ചിട്ടാണ് ചിലരോട് പേര് വിളിക്കുക, പ്രക്വ. ചിലരോട് അഭിവാദനം, തൊഴുക. ചിലരോട് അത്ര ഒരു തലാട്ടലേ ചിലരോട് ഉണ്ടാവുള്ളൂ. ചിലരെ ആലിംഗനം ചെയ്തു, ചിലരെ ഷെയ്ക്കൻഡ് കൊടുത്തു. അതാണ് കരസ്പർശ സ്മിതേക്ഷണ. ആ അർഹതയ്ക്ക് അനുസരിച്ചിട്ട്
ആ നിൽക്കുന്ന ആളുടെ നിലയ്ക്കനുസരിച്ചിട്ട് പേരൊന്ന് വിളിക്കുക. ആ ഗോവിന്ദ നമസ്കാരമുണ്ട്. ചില ആൾക്കാർ ഒന്ന് തലയാട്ടുക, ചിലരുടെ കൈ പിടിക്കുക. ഭാഗവതമൊക്കെ പ്രായോഗികമായിട്ടുള്ള എത്ര ചിന്തിച്ചിട്ടാണ് ഓരോന്ന് പറയണറിയോ. അപ്പോൾ നമ്മളും അങ്ങനെ ചിലരെ മാറോട് ചേർക്കും ഇല്ലേ, ഒന്നങ്ങനെ കെട്ടിപ്പിടിക്കുക. പ്രക്വാഭിവാദന ആശ്ലേഷ കരസ്പർശ സ്മിതേക്ഷണൈ, ചിലരോടൊന്ന് നോക്കി തലയാട്ടുകയുള്ളൂ, ചിലരുടെ നേർക്കൊന്നും അങ്ങനെ നോക്കുക. ആശ്വാസ്യഭാഗേഭ്യോ പരേച്ഛാഭിമതിർവിഭോ, എല്ലാവരെയും ഭഗവാൻ കണ്ടു എന്നടിച്ചു. അതാണ് ഒറ്റ ആളെ വിട്ടില്ല. ആശ്വഭാഗേഭ്യ, ചണ്ടാളന്മാരായിട്ടുള്ള ഒരടക്കം. ഭഗവാന്റെ ആ സോഷ്യലിസം ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ ആൾക്കാരോടും തൻ്റെ സ്റ്റാറ്റസിലുള്ളവരോടും മാത്രം മിണ്ടുക, അതല്ല ചെയ്തത്. അശ്വഭാഗേഭ്യോ, ചണ്ടാളനായ ശ്വാവിനെ പാകം ചെയ്ത് കഴിക്കണവരെ കൂടി ഭഗവാൻ മൈൻഡ് ചെയ്തു. ഇന്നത്തെ ഭാഷയിൽ പറയാച്ചാൽ ഒറ്റ ആളെ വിടാതെ എല്ലാവരെയും, അതന്നെ ഭഗവാന്റെ വിജയം. എല്ലാവരെയും കണ്ടു എന്നടിച്ചു, ഒറ്റ ആളെ പോലും ഒഴിവാക്കിയില്ല. ആശ്വാസ അശ്വഭാഗേഭ്യോ വരേച്ഛാഭിമതിർ വിഭു, പ്രകാരം എല്ലാവർക്കും പരമാനന്ദത്തെ കൊടുത്തുകൊണ്ട് ഭഗവാൻ ആ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.